നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ അടുത്ത കാലത്തായി വലിയ തർക്കങ്ങളൊന്നുമില്ലാതെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അരുണാചൽ പ്രദേശിലെ അപ്പർ സുബൻസിരി ജില്ലയിലുള്ള ഒരു ഗോത്ര വിഭാഗം ഉന്നയിക്കുന്ന ആരോപണം അതീവ ഗൗരവമുള്ളതാണ്. അരുണാചൽ പ്രദേശ് അതിർത്തിക്കുള്ളിലേക്ക് ചൈനീസ് സൈന്യം വലിയ തോതിൽ കടന്നുകയറ്റം നടത്തുന്നതായും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ കയ്യേറി സ്ഥിരം സംവിധാനങ്ങൾ ഒരുക്കുന്നതുമായിട്ടാണ് വെളിപ്പെടുത്തൽ. ഇവിടുത്തെ പ്രമുഖ സംഘടനയായ നാഹ് വെൽഫെയർ സൊസൈറ്റിയാണ് രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തിനിടെ തങ്ങളുടെ പരമ്പരാഗത കന്നുകാലി മേച്ചിൽപ്പുറങ്ങളും കൃഷിയിടങ്ങളും ചൈനീസ് സൈന്യം വലിയ തോതിൽ കൈയടക്കിയതായി ഇവർ ആശങ്കയോടെ ചൂണ്ടിക്കാണിക്കുന്നു. കേവലം 4 വർഷം മുൻപ് വരെ പൂർണ്ണമായി ഇന്ത്യയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പല പ്രദേശങ്ങളും ഇപ്പോൾ ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ അനധികൃത കയ്യേറ്റത്തിലാണെന്ന അതീവ ഗുരുതരമായ ആരോപണമാണ് ഈ സംഘടന ഉന്നയിക്കുന്നത്. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് നാഹു വെൽഫെയർ സൊസൈറ്റി അപ്പർ സുബൻസിരി ഡെപ്യൂട്ടി കമ്മീഷണർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ തങ്ങൾ തികച്ചും സ്വതന്ത്രമായി സഞ്ചരിക്കുകയും വനവിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇവിടം. ഞങ്ങളുടെ പൂർവികരുടെ കാലം മുതലുള്ള വേട്ടയാടൽ മേഖലകളും കന്നുകാലികളെ മേയിച്ചിരുന്ന പുൽമേടുകളും ഇപ്പോൾ ചൈനീസ് PLAയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് നാഹു വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് കെരു ചാദുർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പർ സുബൻസിരിയിലെ തക്സിംഗ് റവന്യൂ സർക്കിളിന്റെ പരിധിയിൽ വരുന്ന 5 പ്രധാന സ്ഥലങ്ങളിൽ ചൈനീസ് സൈന്യത്തിന്റെ സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടാണ് ആരോപണം. അതിർത്തിയിലെ തന്ത്രപ്രധാനമായ ഉയർന്ന പ്രദേശങ്ങൾ ഓരോന്നായി കൈയടക്കിക്കൊണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിലെ ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾക്ക് മേൽ ചൈന തങ്ങളുടെ സ്വാധീനവും നിയന്ത്രണവും അതിവേഗം വ്യാപിപ്പിക്കുകയാണെന്നും ഇവർ പറയുന്നു. സാധ്യമാകുന്നത്ര ഇന്ത്യൻ ഭൂമി കൈയടക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ചൈന നീങ്ങുന്നത്. കഴിഞ്ഞ 10 മുതൽ 15 വർഷത്തിനിടയിൽ തക്സിംഗ് അതിർത്തി മേഖലകളിൽ ചൈനീസ് സൈന്യം തങ്ങളുടെ നിർമ്മാണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഈ സംഘടന വിശദീകരിക്കുന്നു. സംഘടനയുടെ റിപ്പോർട്ടുകൾ പ്രകാരം 2020 വരെ പ്രാദേശിക ജനവിഭാഗങ്ങളുടെ പരമ്പരാഗത നിയന്ത്രണത്തിലായിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ PLAയുടെ അധീനതയിലാണ്. അസ്ഫില മേഖലയിലെ ഒയിങ്, പനിയർ, മർപാൻ, പൊട്രാങ്, ടിൻഡുൻഡാങ് തുടങ്ങിയ സ്ഥലങ്ങൾ ക്രമേണ ചൈനീസ് കടന്നുകയറ്റത്തിന്റെ ഭാഗമായി കഴിഞ്ഞുവെന്നും ഇവർ പറയുന്നു. തക്സിംഗ് ഭരണകൂട ആസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള ഈ പ്രദേശങ്ങളിൽ ചിലത് തദ്ദേശീയർ പവിത്രമായി കരുതുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടിയാണ്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് കിലോമീറ്ററോളം അതിക്രമിച്ചു കയറിയ ചൈനീസ് സൈന്യം ഇവിടെ സ്ഥിരമായി സൈനിക ക്യാമ്പുകളും അത്യാധുനിക റോഡുകളും നിർമ്മിച്ചതായി നിവേദനത്തിൽ അതീവ ഗൗരവത്തോടെ ആരോപിക്കുന്നു. 2020 ഗാൽവാൻ താഴ്വരയിലെ സംഘർഷങ്ങൾക്ക് ശേഷം അതിർത്തിയിൽ ചൈനീസ് സൈന്യം നിരീക്ഷണം ശക്തമാക്കിയതിന്റെ മറവിലാണ് അരുണാചലിലെ ഈ കയ്യേറ്റമെന്നും സംഘടന ആരോപിക്കുന്നു. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നാണ് സംഘടന ആവശ്യപ്പെടുന്നത്. വിഷയം അതീവ ഗുരുതരവും ദേശീയ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നതുമായതിനാൽ ഔദ്യോഗിക സ്ഥിരീകരണം അടിയന്തരമായി ആവശ്യമാണെന്ന് നാച്ചോ മണ്ഡലത്തിലെ MLA നാഗ്പൂർ നാലോവും പ്രതികരിച്ചു. പ്രാദേശിക ജനവിഭാഗങ്ങൾ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ ഭരണകൂടം ഔദ്യോഗികമായി പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതൊരു ദേശീയ സുരക്ഷാ പ്രശ്നമായതിനാൽ സ്വാഭാവികമായി ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അതിർത്തിയിലെ ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ചുള്ള വാർത്തകളോട് പ്രതികരിക്കാൻ ജില്ലാ ഭരണകൂടമോ സംസ്ഥാന സർക്കാരോ ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പർ സുബൻസിരി ഡെപ്യൂട്ടി കമ്മീഷണർ ഗാംബോ ടസോ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.